ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പുതിയ യന്ത്രം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇതൊരു വെജിറ്റബിൾ മീറ്റ് കട്ടറാണ്. ഞാനിത് മാർക്ക് ആൻഡ് സേവിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. 22 ദിറംസിനായിരുന്നു ഞാൻ വാങ്ങിച്ചത്. അവിടെ ഇടയ്ക്ക് ഓഫർ വരാറുണ്ട് 20 ദിറംസ് എന്നും പറഞ്ഞിട്ട്. നല്ലതാണ്. ഇത് സ്റ്റീലാണിത്. താഴത്തെ പാത്രം പിന്നെ 3 ലിറ്റർ കപ്പാസിറ്റിയാണ് അതിനുള്ളത്. വെജിറ്റബിൾസും മീറ്റും ഒക്കെ ഈസിയായിട്ട് കട്ട് ചെയ്യാം. ഞാൻ ക്യാരറ്റ് നോക്കിക്കേ എത്ര വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് വലിയ കഷ്ണങ്ങളാക്കി ഇട്ടു. അതിലൊരു 3 ബട്ടൺ ഉണ്ട് കേട്ടോ. ആ 3 ബട്ടൺ അത് എത്ര നമുക്ക് ഏത് സൈസിൽ വേണം എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിങ്ങനെ എടുത്തിരിക്കുന്നത് വളരെ ചെറിയ പൊടി കഷ്ണങ്ങളാക്കി ഇട്ടിരിക്കുന്നത്. ക്യാരറ്റ് ഞാൻ നന്നായിട്ട് ഒരുവിധം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തേക്ക് പച്ചമുളകും കൂടി ഇട്ടു അരച്ചു. കഴിഞ്ഞു 1 മിനിറ്റിൻ്റെ പോലും ആവശ്യം വരുന്നില്ല അതൊന്ന് ആയി കിട്ടാൻ വേണ്ടി. നോക്കിക്കേ എത്ര നൈസായിട്ട് കിട്ടി, എന്ത് നന്നായിട്ട് വന്നെന്ന് നോക്കിക്കേ ക്യാരറ്റ്. ഇനി ഞാൻ അടുത്തത് ക്യാബേജാണ്. ക്യാബേജ് ഞാൻ ഇട്ടിരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിൽ നമുക്കതിനകത്ത് ഇടാൻ പറ്റും. ക്യാബേജൊക്കെ ചെറുതായിട്ട് സത്യം പറഞ്ഞാൽ അത് കൊത്തി പൊടിച്ചൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് നമ്മൾ പാത്രത്തിൽ പോകും, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തും പോകും, അവിടെയൊക്കെ വീണുപോയി. ഇത് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നോക്കിയേ ഞാനൊരു പകുതി ആയപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, അതിനകത്തേക്ക് സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് അങ്ങനെ അടിച്ചു. ഇതിപ്പം ഒരു മെനക്കേടുമില്ല. ആ പാത്രത്തിൽ നിന്ന് എടുക്കാനും ഈസിയാണ്. അതിൻ്റെ ബ്ലേഡിൽ അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കലോ ഒന്നുമില്ല. ആ പാത്രത്തിൽ തന്നെ ഇരിക്കും. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ പാത്രത്തിൽ നിന്ന് ആ ബ്ലേഡ് എടുത്ത് മാറ്റുന്നു. എന്നിട്ട് നമ്മൾ ആ പാത്രത്തിൽ നിന്ന് തന്നെ അടുപ്പിലുള്ളതൊക്കെ വെക്കുന്നു. അടുത്ത ബീട്രൂട്ടാണ്. ബീട്രൂട്ട് പക്ഷേ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അത്രയും ചെറുതാക്കേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെ ഇടാൻ പറ്റും. ബീട്രൂട്ടൊക്കെ സത്യം പറഞ്ഞാൽ മടിയാണ്. ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാൻ മടിച്ചിട്ട് ചെയ്യാൻ തന്നെ മടിയും. ചില സമയം നമ്മളത് അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാൾ എത്രയോ ഈസിയാണ്. നോക്കി എന്ത് എളുപ്പത്തിലാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും ഇത് വാങ്ങിക്കണം കേട്ടോ. 20 ദിറംസൊക്കെ അല്ലേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ 22 ദിറംസ്. അതിനുള്ളിൽ നമുക്ക് അടുക്കളയിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയാം എൻ്റെ ബുദ്ധിമുട്ട്. ഇതൊക്കെ ഒന്ന് രാവിലെ നമ്മൾ ധൃതി പിടിച്ച് ജോലിക്ക് പോകുന്നതിനിടയ്ക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു മെഷീനാണ് ഇത് കേട്ടോ. ഇപ്പോൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. നമുക്ക് എത്ര എളുപ്പത്തിലാണ് സവാള കട്ട് ചെയ്തെടുത്തതെന്ന് കണ്ടില്ലേ. അതേപോലെ നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമ്മളങ്ങനെ ചെറിയ പീസാക്കി ഇത്രയും ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ, ഇതിനേക്കാളും പൊടിയാക്കണമെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് ആക്കുന്നു. അത്രയും വേണ്ട, ഒരു മീഡിയം സൈസിൽ മതി എന്നുണ്ടെങ്കിൽ അതുപോലെ. ഇതിപ്പോൾ പാവയ്ക്ക നോക്കിയാൽ പാവയ്ക്ക അതേപോലെ ഇട്ടു. എത്ര പെട്ടെന്ന് പണി കഴിഞ്ഞെന്ന് നോക്കിയതാണ് ആ മെഷീൻ. നിങ്ങൾ അതെല്ലാവരും ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ ഉപയോഗപ്രദമായിരുന്നോ എന്നുള്ളത് ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. മറക്കരുത്. ഇതാണ് ആ സാധനം. നോക്കിക്കുക എത്ര എളുപ്പമാണ് നടക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.